ാൽ ആദ്യത്തെ ദിവസം ഇവരെ സ്വീകരിച്ച് പീഠത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അതിനു വേണ്ടിയ യാഗത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ കടഞ്ഞങ്ങിയാക്കുന്നു. അത് യാഗത്തിന് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. മൂന്നാം ദിവസം ആകുമ്പോഴത്തേക്കും യാഗത്തിന്റെ കളം നിറയുകയാണ്. യാഗാഗ്നി കൊണ്ട് ദേവേന്ദ്രനെ അവിടുന്ന് ക്ഷണിച്ചുകൊണ്ട് വരുന്നു. ഇതെല്ലാം അതിനെ അത്ഭുതമായ ഒരു ചിത്രീകരണത്തിലേക്ക് എത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഋതുക്കൾക്കും ഇതിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അതായത് ഋതുക്കൾ എന്ന് പറയുമ്പോൾ സഹവൈദികർ, അവർ ഓരോ ഘട്ടത്തിലും ഈ യാഗത്തിനു വേണ്ടിയ ഓരോ മന്ത്രങ്ങളും ചൊല്ലുന്നതിന് നിയുക്തരായിരിക്കുന്നു. അതായത് അധര്യു എന്ന് പറയുന്നത് യജുർവേദ മന്ത്രം ചൊല്ലേണ്ട ഒരു പ്രധാന ആചാര്യനാവുന്നു. അതുപോലെ തന്നെ ഹോതാവ്, ഹോദ്യഗണത്തിൽ ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുന്ന വൈദികൻ, അതിനോടൊപ്പം 3 പേർ